തൊറൂർ ഗ്രാമപഞ്ചായത്ത് മഞ്ഞിക്കാട് കുടിവെള്ള പദ്ധതിയാണിത്. തൊറൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏകദേശം 1ഉം 2ഉം മൂക്കുന്നൂർ പഞ്ചായത്ത് ഉൾപ്പെടെ ഏകദേശം 200ഓളം കുടുംബങ്ങളിലേക്കുള്ള പൈപ്പ് കണക്ഷനാണ് ഈ കുടിവെള്ള പദ്ധതിയിലൂടെ നടത്തപ്പെടുന്നത്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ 10 ലക്ഷം രൂപയാണ് നമ്മൾ വകയിരുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതിനായിട്ട് തൊറൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MP മാർട്ടിനെ ക്ഷണിക്കുന്നു. നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി പൂർണ്ണമാകുകയാണ്. ഏകദേശം 2 മാസം കൂടി കഴിഞ്ഞാൽ ഈ ഭരണസമിതി കാലയളവ് പൂർണ്ണമാകുന്നു. അപ്പോൾ പഞ്ചായത്ത് എന്തു ചെയ്തു, ഭരണസമിതി എന്തു ചെയ്തു എന്നറിയാൻ നാട്ടുകാർക്ക് അവകാശമുണ്ട്. അത് പറയേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ മേഖല സേവന മേഖല പിടിക്കുകയാണ്. ഈ സേവന മേഖലയിൽ പഞ്ചായത്തിൻ്റെ വളരെ എടുത്തു പറയത്തക്കുള്ള വികസനം എന്ന് പറയുന്നത് 6 കുടിവെള്ള പദ്ധതിയാണ്. ഇപ്പോൾ 1-ാം വാർഡിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വാർഡിൽ ആരംഭിച്ചിരിക്കുന്ന മഞ്ഞിക്കാട് കുടിവെള്ള പദ്ധതി, ഈ പദ്ധതി നവീകരിച്ച് ഏകദേശം ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ഈ പദ്ധതി പഞ്ചായത്തിൻ്റെ ഈ 1ഉം 2ഉം വാർഡുകളിലുള്ള 200ഓളം കുടുംബങ്ങൾക്ക് ഉപകാരം കിട്ടത്തക്ക വിധത്തിൽ ഈ പദ്ധതി നവീകരിച്ചത്. 2-ാം വാർഡിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിൻസി തങ്കച്ചൻ എന്നോടൊപ്പമുണ്ട്. 2-ാം വാർഡിൽ ദേവഗിരി SC കോളനിയിൽ കുടിവെള്ള പദ്ധതി രൂപം കൊടുത്തിട്ടുണ്ട്. ഏകദേശം 46-50 കുടുംബങ്ങൾക്ക് അവിടെ ഉപകരിക്കുന്നു. അതേപോലെ തന്നെ 2-ാം വാർഡിൽ വാതക്കാട് SC കോളനിയിൽ കുടിവെള്ള പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. അവിടെ 35ഓളം വീടുകൾക്ക് ആ പദ്ധതി കൊണ്ട് ഗുണമുണ്ടാകുകയാണ്. അതേപോലെ 14-ാം വാർഡിൽ ഡയറി കവലയിലെ കുടിവെള്ള പദ്ധതി, ഗ്രാമീണ കുടിവെള്ള പദ്ധതി, അവിടെ 35ഓളം വീടുകൾക്ക് അവിടെ കുടിവെള്ളം ആവശ്യമായ ലഭ്യത വരുത്തുകയാണ്. അതേപോലെ തന്നെ 14-ാം വാർഡിൽ രാമൻ നഗർ കോളനിയിലെ കുടിവെള്ള പദ്ധതി, ആ കുടിവെള്ള പദ്ധതി ആ കോളനിയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും കുടിവെള്ളം ക്രമീകരിക്കാൻ നമുക്ക് സാധിച്ചു. അതേപോലെ തന്നെ കാളാറുകുഴി കുടിവെള്ള പദ്ധതി 13-ാം വാർഡിൽ രൂപം കൊടുത്തിരിക്കുന്ന പദ്ധതിയാണ്. ഇങ്ങനെ 6 കുടിവെള്ള പദ്ധതികൾ നമുക്ക് സേവന മേഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 45ഓളം ലക്ഷം രൂപ ചെലവഴിച്ച് ഈ 450ഓളം വരുന്ന കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ എടുത്ത് പറയത്തക്ക വലിയ വിധത്തിലുള്ള ഒരു നേട്ടം. ഈ നേട്ടം പഞ്ചായത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ആഗ്രഹം ഗ്രാമസഭയിൽ പറഞ്ഞിട്ട് ആ ആഗ്രഹത്തിന് ഫലപ്രാപ്തി പ്രാപിച്ചു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന സേവന മേഖലയിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ ശ്രമിച്ച പഞ്ചായത്തിൻ്റെ ആദ്യ പദ്ധതികളാണ് ഈ 6 എണ്ണം എന്ന് പറയാൻ ഈ അവസരത്തിൽ ആഗ്രഹമുണ്ട്.